ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അധ്യാത്മരാമായണത്തിൻ്റെ ആരംഭത്തിലുള്ള മംഗളാചരണത്തിലാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധ ചെയ്യുന്നത്. അവിടെ ശ്രീരാമചന്ദ്രനെ, ശ്രീരാമഭദ്രനെ, സീതാഭിരാമനെ, ആ സീതാഭിരാമൻ ലോകാഭിരാമനുമാണ്. ലോകാഭിരാമനാവുന്നതോ രാവണാന്തകനാവുന്നതിലൂടെ. അങ്ങനെയുള്ള ശ്രീരാമനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, മമ ഹൃദി രമതാം. രാമ രാമ, എൻ്റെ ഹൃദയത്തിൽ വന്ന് രമിക്കണമേ. ഭക്ത ഹൃദയങ്ങളിൽ നിവസിക്കുന്നു ഭഗവാൻ. ഭഗവാൻ നിവസിക്കണമെങ്കിൽ അതിനനുസരിച്ച ശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ വേണം. ചിത്തദോഷങ്ങൾ ഒഴിഞ്ഞ് എൻ്റെ മനസ്സ് പരിശുദ്ധമാകണമേ. അങ്ങനെ പരിശുദ്ധമായ എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ നിവസിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ഈ ഒരു ലക്ഷ്യമാണ് മൊത്തം നമ്മൾ രാമായണ പഠനം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. നമ്മുടെയൊക്കെ അന്ധക്കരണം ശുദ്ധമായി ഭഗവാന് നിവസിക്കാൻ യോഗ്യമായ ഇടമാകട്ടെ. സംശയം, ഭഗവാൻ എല്ലാ ഹൃദയങ്ങളിലും നിവസിക്കുന്നില്ലേ? അവിടെ ശിഷ്ടരെന്നോ ദുഷ്ടരെന്നോ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും സർവ ഹൃദയ നിവാസിയാണ് ഭഗവാൻ. അവിടെ ശിഷ്ടരെന്നോ ദുഷ്ടരെന്നോ വ്യത്യാസമില്ല. എന്നാൽ എപ്രകാരമാണോ മാലിന്യം നിറഞ്ഞ ഒരു പ്രതലത്തിൽ, കണ്ണാടിയിൽ സൂര്യൻ പ്രകാശിക്കാത്തത്, എപ്രകാരം തെളിഞ്ഞ ഉപാധിയിൽ സ്പഷ്ടതരമാകുന്നുവോ അതേപോലെ നമ്മുടെയൊക്കെ അന്ധക്കരണം ശുദ്ധമാകുമ്പോഴാണ് ഭഗവത് ഭാവത്തെ പ്രകാശിപ്പിക്കാൻ സമർത്ഥമാകുന്നത്. ആ ഒരു ഭാവനയോടുകൂടി നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. മമ ഹൃദി രമതാം രാമ, ഹേ രാമ. ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. ശ്രീരാമ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. ഭക്തി പാരവശ്യത്തിൽ ആവർത്തിച്ച് വിളിക്കുകയാണ്. ഓരോ ആവർത്തിച്ചുള്ള രാമനാമവും കൂടുതൽ കൂടുതൽ ഭക്തിഭാവത്തെ വളർത്തുകയും ഹൃദയത്തെ വിശുദ്ധമാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സംബോധന ചെയ്തിട്ട് ശ്രീ രാഘവാത്മാ രാമ, ശ്രീ രാഘവ, രഘുവംശത്തിൽ ജനിച്ചവനെ. രഘുവംശത്തിൽ വന്ന രാമൻ, രാഘവനായ രാമൻ വാസ്തവത്തിൽ ആരാണ്? ആത്മാരാമനാണ്. ആത്മാവിൽ രമിക്കുന്നവനാണ്. ആത്മസ്വരൂപവും ആനന്ദസ്വരൂപവുമായവനാണ്. സർവ ആത്മാക്കളെയും സർവ ജീവാത്മഭാവത്തിൽ കഴിയുന്നവരെയും ആനന്ദിപ്പിക്കുന്ന പാരമാർത്ഥിക ഭാവമാണ്. അങ്ങനെയുള്ള ആത്മാരാമനാണ് രാഘവനായി വന്നിട്ടുള്ളത്. അവതാര കൃത്യങ്ങളെ നിർവഹിക്കാൻ വേണ്ടി, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി സാക്ഷാൽ ആത്മാരാമനാണ് രാഘവരാമനായിട്ട് വന്നിട്ടുള്ളത്. ആ രാഘവരാമൻ്റെ വർണ്ണനയാണ് രാമായണത്തിലുടനീളം. എന്നാൽ അധ്യാത്മരാമായണത്തിൽ ആ രാഘവരാമൻ്റെ വർണ്ണനയിൽ ആത്മാരാമൻ ഒട്ടും പ്രാധാന്യം കുറയുന്നില്ല. അങ്ങനെയുള്ള ഈ ഗ്രന്ഥത്തിൽ ഏതൊരു ഭഗവാന്റെ ചരിതമാണോ വർണ്ണിക്കാൻ പോകുന്നത്, ആ ഭഗവാന്റെ നാമമാണ് തുടക്കത്തിലേ നിർദ്ദേശിക്കുന്നത് രാഘവാത്മാരാമ.
വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണത്. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. രമാപതേ, രമയുടെ, മഹാലക്ഷ്മിയുടെ പതി, നാഥൻ. ഇവിടെ രാഘവാത്മാരാമൻ ആര്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സാക്ഷാൽ മഹാവിഷ്ണുവാണ് ജഗത് രക്ഷണാർത്ഥം രാഘവരാമനായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് രാഘവരാമനെ സ്തുതിക്കുമ്പോൾ അവിടെ രമാപതേ എന്ന് വിളിക്കുന്നു. ഹേ രമാപതേ, ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. രമണീയ വിഗ്രഹ, രമണീയമായ, അങ്ങേയറ്റം ആനന്ദിപ്പിക്കുന്ന, ആനന്ദകരമായ വിഗ്രഹത്തോട്, ശരീരത്തോട് കൂടിയവൻ. ഏതൊരു ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നതിന് ഏറ്റവും ഉചിതമാണോ, ഏറ്റവും എളുപ്പമാണോ, ആ ഒരു രമണീയമായ ഭാവത്തോടു കൂടിയാണ്, ജഗന്മോഹനമായ ഭാവത്തോടു കൂടിയാണ് ഇവിടെ ഭഗവാൻ അവതരിച്ചതും ലീലകളെല്ലാം അനുവർത്തിച്ചതും. ആ ഭഗവാനെ വിളിക്കുകയാണ് രമണീയ വിഗ്രഹ. ഇത്രയ്ക്കൊക്കെ വിളിച്ചിട്ട് എന്താ പറയാനുള്ളത്? നമോസ്തു തേ, തേ നമഃ അസ്തു, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഈ ജഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിർവഹിക്കുന്ന, സ്വതവേ ആത്മാരാമനാണെങ്കിലും രാഘവരാമനായി തീർന്ന് ലോകാഭിരാമനായിരിക്കാൻ വേണ്ടി രാവണാദി നിഗ്രഹം ചെയ്ത് ജഗത് രക്ഷണം ചെയ്യുന്ന ഹേ രാമ, ഹേ പരമാത്മൻ, നിനക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. ഇങ്ങനെ നമസ്കാരത്തിൽ ആ ഒരു സ്തുതിയെ പൂർത്തിയാക്കിയിട്ട് ആവർത്തിച്ച് നാരായണ നാമം ജപിച്ച് നമസ്കരിക്കുകയാണ്. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. നാരായണൻ പരമാത്മാവ് തന്നെ. നാരം അയനം യസ്യ സ നാരായണ. നാരം, നരാണാം സമൂഹം, മനുഷ്യന്മാരുടെ സമൂഹമാണ് നാരം. അപ്പം സകല മനുഷ്യരിലും ആരാണോ അയനം ചെയ്യുന്നവൻ, നിവസിക്കുന്നവൻ, അവൻ നാരായണൻ ആത്മഭാവത്തിൽ. അഥവാ സർവമനുഷ്യർക്കും ഏകഗതിയായവൻ ആരോ, അവൻ നാരായണൻ. നാരം ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനത്തിലൂടെ ആരിലേക്ക് ഗതി ലഭിക്കുമോ അവൻ നാരായണൻ. നാരം കാരണജലമാണ്. ഈ സൃഷ്ടിക്കപ്പെട്ട വൈചിത്ര്യങ്ങളെല്ലാം ഒടുങ്ങി കേവലം കാരണജലം മാത്രമായി കൽപ്പാന്തകാലത്തിൽ തീരുമ്പോൾ, താത്പര്യം സ്ഥൂലമായ പ്രപഞ്ചം മുഴുവൻ സൂക്ഷ്മത്തിലേക്കും പിന്നീട് കാരണത്തിലേക്കും വിലയിക്കുമ്പോൾ, ആ കാരണജലത്തിൽ ശയനം ചെയ്യുന്നവനാരോ അവൻ നാരായണൻ. നാരം പരമപ്രേമമാണ്. പരമപ്രേമരൂപമായ ഭക്തിയിലൂടെ ആരിലേക്ക് അയനം ചെയ്യാൻ സാധിക്കുമോ അവൻ നാരായണൻ. ഹേ പരമാത്മൻ, ഹേ നാരായണൻ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇവിടെ നാരായണായ നമഃ എന്നുള്ള മന്ത്രം ആവർത്തിച്ച് ഉച്ചരിക്കുകയാണ്. അങ്ങനെ സ്വയം ജപിച്ച് മറ്റുള്ളവർക്ക് ജപിക്കാൻ പ്രേരണ കൊടുത്ത് ആ ഒരു പരിശുദ്ധമായ ഭാവത്തോടു കൂടി ജപത്തിലൂടെ സിദ്ധമാകുന്ന ആന്തരിക പരിശുദ്ധിയോടുകൂടി ഈ രാമായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. രാമായണ പഠനം ചെയ്യണം. കാരണം ആരിലാണോ ഈശ്വരഭക്തി കൊണ്ട്, ഗുരുഭക്തി കൊണ്ട് അന്ധഃകരണം ശുദ്ധമായിരിക്കുന്നത്, അയാളിൽ മാത്രമേ ശാസ്ത്രസാരം പ്രവേശിക്കൂ. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തേ മഹാത്മന എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കും. അപ്പോൾ ഈശ്വരനിലുള്ള ഭക്തി അതുണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്ര രഹസ്യം നമ്മളിൽ പ്രകാശിക്കൂ. അതുകൊണ്ട്
ഈ ശാസ്ത്ര രഹസ്യങ്ങളെ പ്രകാശിപ്പിക്കാൻ പോകുന്ന രാമായണത്തിൻ്റെ രചന ആരംഭം ആവർത്തിച്ച് നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്കും ആ ഒരു ശുദ്ധമായ അന്ധകരണത്തോടു കൂടി ഇതിലേക്ക് പ്രവേശിക്കാം. അതിനുള്ള സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. നമസ്തേ.